പിന്നെ അവർ ലാസ്റ്റ് ഈ ഒരു ടീയുടെ ഈ സിൽക്ക് ഫാക്ടറിന്റെ ഒരു സെയിൽസ് കൗണ്ടറിലാണ് എത്തിയിട്ടുള്ളത്. ഇനി അയൺ ചെയ്യണ്ട, ഒരിക്കലും അയൺ ചെയ്യണ്ട. ഇത് എപ്പോ ടവറിന്റെ ഏത് പൊസിഷനിൽ എത്തി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല മഞ്ഞ് കണ്ടില്ലേ. വളരെ അടിപൊളിയായിട്ടുള്ള എക്സൈറ്റ് ആയിട്ടുള്ള ഒരു യാത്രയിലാണ്. നമ്മൾ ഒരുപാട് വിദേശ യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഡ്രീം ആയിട്ടുള്ള കൺട്രികളിൽ ഒന്നാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് 2025-ലാണ്. എന്നാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നേ ഇപ്പോൾ 2050 ഈ ലോകം എങ്ങനെയിരിക്കും, ആ ഒരു തലത്തിലേക്ക് ഈ ഒരു നാടിനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ സ്വപ്നം കണ്ട ഒരു നാട്ടിലാണ്. വേറെ എവിടെയുമില്ല, ചൈനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചൈന ഈ ഒരു ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വളരെ അധികം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ്. അപ്പൊ നമുക്ക് 3 ദിവസം ഷാങ്ഹായിലും 4 ദിവസം ബീജിങ്ങിലായിട്ടാണ് ഈ ചൈന ട്രിപ്പ് ഉള്ളത്. സ്കൈ ടൈം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ അവരുടെ പാക്കേജിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ 2-3 ഫ്രണ്ട്സുകളുണ്ട്. ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമുക്കുള്ള മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു 8 ദിവസത്തെ ട്രിപ്പിന് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ വരുന്നതാണ്. അങ്ങനെ ചൈനയിലേക്കുള്ള നമ്മുടെ സ്വപ്നയാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് ആദ്യം എത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ഷാങ്ഹായിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ നമുക്ക് ഓരോ ആളുകൾക്കും അവരുടെ സീറ്റിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നല്ല തണുപ്പത്ത് ഉപയോഗിക്കാൻ ഒരു പുതപ്പുണ്ട്. പിന്നെ ഒരു പില്ലോയും ഉണ്ട്. അങ്ങനെ നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവരുടെ സീറ്റിന് മുമ്പിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഒരു സ്ക്രീൻ ഉണ്ട്. കോമൺ ആയിട്ടൊരു സ്ക്രീനുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ സിനിമ കാണാം. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. പിന്നെ നല്ല അടിപൊളി ഒരു ഡിന്നറും നമുക്ക് ലഭിക്കുകയുണ്ടായി. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ലെവലായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിട്ട് നമുക്ക് മലേഷ്യൻ എയർലൈൻസിന് തോന്നുകയുണ്ടായി. ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ചൈനയിലെ ഷാങ്ഹായിൽ എത്തിയിട്ടോ. അപ്പോൾ സ്കൈ ടൈമിൻ്റെ ഈ ഒരു പാക്കേജിൽ ഞങ്ങൾ ഏകദേശം 30ഓളം പേരുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ടീം മാനേജർ ഷാക്കിർ മോൻ തരുന്നുണ്ട്. അപ്പോൾ അവസാനമാണ് നമ്മൾ അറിയുന്നത് നമ്മളെ ലഗേജ് മിസ്സായിട്ടുണ്ടെന്നുള്ളത്. ഏകദേശം ഞാൻ ഉൾപ്പെടെ 12ഓളം പേരിലെ ലഗേജ് ഇവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നാളെ നമ്മുടെ ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് എത്തിക്കാം എന്ന് എയർപോർട്ട് അധികൃതരുടെ ഉറപ്പിന്മേൽ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ താമസിച്ചിരുന്ന. ഹോട്ടലിലാണ് ഫുഡ്. തരക്കേടില്ലാത്ത ചൈനീസ് ഫുഡായിരുന്നു. നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ തന്നെ ഷാങ്ഹായിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മ്യാൻമാറിൽ നിന്ന് 1882 കാലഘട്ടങ്ങളിൽ നിന്ന് കടൽ മാർഗം കൊണ്ടുവന്ന 2 ബുദ്ധൻ്റെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്ന് ബുദ്ധൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ ഗൈഡ് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ബ്രെയിൻ എന്നാണ് നമ്മളെ ഗൈഡിൻ്റെ പേരിട്ടോ. ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മൾ തായ്ലൻഡ് പോയപ്പോഴും ഏറ്റവും അധികം കണ്ടിരുന്നത് ബുദ്ധൻ്റെ സ്റ്റാച്ചുകൾ തന്നെയായിരുന്നു. ഇവിടുത്തെ മേജറായിട്ടുള്ള ഒരു മതവിഭാഗം തന്നെയാണ് ബുദ്ധ മതവിഭാഗം. ബുദ്ധൻ്റെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥനയുടെ ഓരോ രീതികളാണ് കേട്ടോ. അവരിങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കി ബുദ്ധൻ്റെ സ്റ്റാച്ചുവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കയ്യിലുള്ള ചന്ദനത്തിരികൾ കത്തിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അവരവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധൻ്റെ കാലഘട്ടത്തിലെ അവസാന കാലഘട്ടത്തിലെ സ്റ്റോറിയാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സ്റ്റാച്യുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് സ്റ്റാച്യുകളാണ്. അന്നത്തെ ചരിത്രം പറയുന്ന സ്റ്റാച്യുകളാണ്. ബുദ്ധൻ്റെ തന്നെ അകത്തുള്ള ഒരു വലിയ സ്റ്റാച്ചുവും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷാങ്ഹായിലെ തന്നെ സിൽക്ക് ഫാക്ടറിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ ടീ ഫാക്ടറി എന്നൊക്കെ പറയുന്ന പോലെ സിൽക്ക് ഫാക്ടറിയാണ്. ഇവിടെ നമുക്ക് സിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വിവിധ ഘട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിന് പ്രതീക്ഷിക്കും. The Korean product, even they are for the biggest time, like the 20 families, and the girls, they all use the silk to go around the body. ഇവിടൊക്കെ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരും കേട്ടോ അവർ.
നേരത്തെ നമുക്ക് കാണിച്ചു തന്ന അവർ തന്നെയാണ് ഇവിടെയും കാണിച്ചു തരുന്നത്. കണ്ടില്ലേ? We only put the quilt into a morning sunlight air wash. So the one quilt as this, we use about 50. സിൽക്കിന്റെ പ്രൈസ് ലിസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വാങ്ങിക്കണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ടീ ഫാക്ടറിയിലെ കാണുന്ന പോലെ തന്നെ ഒരു മാർക്കറ്റിങ്ങും ഇവിടെ ഉണ്ട്. അവർ ഇതുണ്ടാക്കുന്ന രീതികൾ മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കിതിന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കും ചെയ്യാം. ഈ സിൽക്ക് ഫാക്ടറിൻ്റെ ഒരു സെയിൽസ് കൗണ്ടറിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ഇതിൻ്റെ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ബെഡ് ഉണ്ട്, പില്ലോ ഉണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്, പില്ലോ കവർ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വില ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഫിക്സഡ് പ്രൈസാണ്, ബാർഗെയിൻ ചെയ്യേണ്ട, വില കുറക്കില്ല. പക്ഷേ അവർ അഷ്യൂർ ചെയ്യേണ്ടത് കാര്യം വെച്ചാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ വിലയിൽ യാതൊരു ഡിസ്കൗണ്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളൊക്കെ വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടത് ബെഡുകൾ, ബെഡ്ഷീറ്റുകൾ, അതുപോലെ പില്ലോകളൊക്കെ. അതിനുള്ളിൽ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ജെൻസ്, ലേഡീസ്, കിഡ്സിനൊക്കെ ഉള്ള ഡ്രസ്സുകളുണ്ട്. ഡ്രസ്സുകൾക്കും ഇവർ പറയുന്നത് നല്ല റേറ്റ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ പറയുന്നത് അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. നൗഷാദ് റേറ്റ് ഒക്കെ ഉണ്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നൗഷാദ് ഇതിന് ഒരു ഡ്രസ്സ് വേണമെന്നുണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ല ഡ്രസ് സെൻസ് ഉള്ള ആളാണ്, അത്യാവശ്യം നല്ല ഡ്രസ്സിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഇതിന് സെലക്ട് ചെയ്യാം അല്ലേ നൗഷാദ്? ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഷർട്ടാണ്. ഷർട്ട് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇനി അയൺ ചെയ്യണ്ട, ഒരിക്കലും അയൺ ചെയ്യണ്ട. ഇത് എപ്പോൾ ഉപയോഗിച്ച് ഇതിൻ്റെ കളർ ഒരിക്കലും പോകില്ല. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ നല്ലൊരു വേറെ തന്നെ ഒരു മെറ്റീരിയലാണിത്. ഇതെല്ലാം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൂറിനെല്ലാം പോകുന്നവർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ഷർട്ടാണ് ഈ ഷർട്ട്. അങ്ങനെ ടൂറിന് പോകുമ്പോൾ ഒരിക്കലും ഇത് ചുളിച്ചിട്ടാലും എന്ത് സംഭവിച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാട്ടാ. പ്രൈസ് എന്ന് പറഞ്ഞാൽ 1495 യുവാൻ. അപ്പം നമ്മുടെ നാട്ടിലെ 10-20,000 രൂപയോളം വരും. സിൽക്ക് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറാണ്. ഏകദേശം പകല് ഏകദേശം 36 ഡിഗ്രിയോളം ആവറേജ് ചൂടുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ കാരണം തന്നെ ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് നാട്ടിലറിയില്ല, നാട്ടിൽ നമുക്കൊരു ഏപ്രിൽ മാസങ്ങളിൽ അതുപോലെ മാർച്ച് മാസങ്ങളിലൊക്കെ ഒരു മഴ പെയ്താൽ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ആശ്വാസം ഇവിടെ മഴ പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സിൽക്ക് ഫാക്ടറിയുടെ പരിസര ഭാഗങ്ങളാട്ടത് നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ ടവറായിട്ടുള്ള ഷാങ്ഹായ് ടവറിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് ഷാങ്ഹായ് ടവർ. അതിൻ്റെ മുകൾ ഭാഗം കാണുന്നില്ല, അത്രയും ഹൈറ്റ് ഉണ്ട്. 632 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. 128 നിലകളുണ്ട്. ആ 128-ൽ 118ാമത്തെ നിലയിലേക്ക് നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ മലേഷ്യയിലൊക്കെ പോയ പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു ചാറ്റലമയൊക്കെ പെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഷാങ്ഹായ് ടവറിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗിങ് ഉണ്ട്. പകരോ സത്യത്തിൽ നല്ല ചൂടാണ് ഇവിടെ, സമ്മറാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു മഴ നമുക്കൊരു ആശ്വാസമാണ്. അതെ. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമ്മളെ ഫോട്ടോ എടുത്തു തരും. അത് നമ്മൾ ഈ ഷാങ്ഹായുടെ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അവിടെ കയറി വരുമ്പോൾ തന്നെ ഓരോരോ രാജ്യങ്ങളുടെ മെയിൻ സിറ്റികളുടെ പേരും അവിടുത്തെ കാഴ്ചകളും നമുക്കിവിടെ ഈ LED കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ ഏറ്റവും മുകളിലേക്ക് 128 നിലയിൽ 118ാമത്തെ നിലയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലിഫ്റ്റ് പുറപ്പെട്ടിട്ട് അതിൻ്റെ സ്പീഡാണ് കാണിക്കുന്നത്.
സ്പീഡാണ് കാണിക്കുന്നുണ്ട്. ചെവി മെല്ലെ മെല്ലെ അടയുന്നുണ്ട്. മുകൾക്ക് പോണത് നമ്മൾ അങ്ങനെ അറിയുന്നുള്ളൂ, അല്ലാതെ ലിഫ്റ്റിൽ നമ്മൾ അറിയണില്ല മുകൾക്ക് പോണത്. സ്പീഡ് ഉണ്ട്. നമ്മൾ ആ ടവറിന്റെ ഏത് പൊസിഷനിൽ എത്തി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 118ാമത്തെ നിലയിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോ ടോട്ടൽ 128 നിലകളുള്ളത്. സെക്കൻഡ് ഏകദേശം 2 മിനിറ്റ് അല്ലെ, 2 മിനിറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മള് 118ാമത്തെ നിലയിൽ എത്തിട്ടോ. ഏകദേശം 1 മിനിറ്റ് പോലും ആയില്ല, 20 സെക്കൻഡിക്കുള്ളില് നമ്മൾ ഈ 118ാമത്തെ നിലയിൽ എത്തിട്ടോ, ഷാങ്ഹായ് ടവർ. അങ്ങനെ 118ാമത്തെ ഫ്ലോറിൽ ഇറങ്ങി നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ടവറിന്റെ മുകളിലാണ് ചൈനയിലെ ഷാങ്ഹായ് ടവർ. നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ച് മുമ്പൊന്നും തീരെ നമുക്ക് കാണുന്നില്ലായിരുന്നു, നല്ല ഫോഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അവിടുന്ന് കാണുമ്പോൾ 35, 40 നിലയിൽ വലിപ്പമുള്ള ബിൽഡിങ്ങുകളാണ്. അതൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ നമ്മളെ താഴെ ഷാങ്ഹായ് സിറ്റിയാണ് ഈ കാണുന്നത്. ഫുള്ളും നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നല്ല മഞ്ഞ് കണ്ടില്ലേ. നമ്മൾ താഴെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ടവറിന്റെ മുകൾ ഭാഗം കാണുന്നില്ലായിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, അത്രയും ഈ ഒരു ഫോഗ് മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് താഴെന്ന് നോക്കുമ്പോൾ ഈ ടവറിന്റെ മുകൾ ഭാഗം കാണുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രത്തോളം ഫോഗ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇതിന്റെ മുകളിൽ വന്നിട്ട് മറ്റുള്ള ടവറുകളിലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ കൂൾ ബാർ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അവര്. നമ്മളെല്ലാവരും ആ ഫോട്ടോ ഒക്കെ നമുക്ക് പ്രിന്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര നല്ല റേറ്റ് ആണ്, ഏകദേശം 200 യുവാന് റേറ്റ് വരുന്നുണ്ട് ഒരു 3 ഫോട്ടോയ്ക്ക്. അപ്പോൾ നമ്മളത് നമ്മളെ ഫോണിക്ക് തരുമെന്ന് വെച്ചപ്പോൾ അവരത് അതിനവർക്ക് ഐഫോൺ ആയതുകൊണ്ട് അവർ തരുന്നില്ല. ആൻഡ്രോയിഡ് ഫോണോ ചൈനീസ് ഫോണൊക്കെ ആണെങ്കിൽ അവർ സെൻഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഒരുവിധം ആർക്കും അറിയാത്ത പോലെ. നമ്മളെ ഗൈഡിനൊക്കെ അറിയുന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളൊന്നും ഇംഗ്ലീഷ് നമ്മൾ വല്ലാതെ പറയുന്നില്ല. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷനിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. ഈ ഒരു 118ാമത്തെ ടവറിന്റെ മുകളിൽ നിന്നുള്ള ഈ കാഴ്ച വളരെ അതിമനോഹരമായിരുന്നു. ബുർജ് ഖലീഫ, പിന്നെ അതുപോലെ തന്നെ മലേഷ്യയിലെ ടവർ, ഈ 2 ടവർ കഴിഞ്ഞാൽ 3ാം സ്ഥാനത്താണ് നമ്മൾ ഈ ടവറിന്റെ വലിപ്പം. അപ്പോൾ ഷാങ്ഹായ് ടവറിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ. ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഫുഡായിട്ടുള്ള ഏരിയ കാണാം കേട്ടോ. ഫുഡിനായിട്ടുള്ള റെസ്റ്റോറൻറ്റ് മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതൊരു ഫുഡിന്റെ ഹാള് തന്നെ പറയാം, ഒരുപാട് ഏരിയ ഉണ്ട്. സത്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാല് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോകും, അത്രയ്ക്കും ഫിനിഷിംഗാണ്. ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൽ എനിക്ക് തോന്നുന്നു ഫ്രൂട്ടിൽ ഹണി കോട്ടറാണ് ഫ്രൂട്ട്സിൽ, അതാണ് ഇത്രയധികം ഗ്ലൈസിങ് ഉള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഫുഡുകൾ കണ്ടില്ലേ, പോർക്കൊക്കെ അത് അടിച്ച് നിരത്തി വെച്ചിക്കണ്. ബീഫ് ബീഫ് ചില്ലി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട്. വല്ലാത്തൊരു ഫുഡിന്റെ ഏരിയ തന്നെയാണ്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. വെറൈറ്റി ഫുഡുകളാണ്. ലൈവ് നല്ല ചൂടോടുക്കനെ എടുത്ത് കഴിക്കാം, ആ ലെവലുള്ള സെറ്റപ്പ് ഉണ്ട്. ഒരു രക്ഷയില്ല. എന്ത് ഐറ്റം ഫുഡുകൾ നമുക്ക് ആവശ്യമുള്ള ഈ ലോകത്ത് അതെല്ലാം ഉണ്ട് ഇവിടെ. താറാവിനൊക്കെ അതുപോലെ തന്നെ തൂക്കിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഷാങ്ഹായ് ടവർ കണ്ട് വന്നു കേട്ടോ. ടവർ കണ്ടു എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടല്ല, ഏകദേശം ഇപ്പോൾ 118ാമത്തെ നിലയിൽ കാണുന്നതാണ്. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടില്ല നിങ്ങൾ. അപ്പം നമ്മുടെ ചൈന ട്രിപ്പിൻ്റെ വീഡിയോയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നത് വരെ ബൈ. താങ്ക് യു.